കേരളം കാത്തിരിക്കുന്ന, കേരളം ഞെട്ടുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന സമയമാണ് ഇനി. ഒരുപക്ഷെ അഭയം തേടി വരുന്നവരെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു സമൂഹം, വേട്ടക്കാരന്റെ കണ്ണോടെ ഒരു സ്ത്രീയെ ഒരു ഇരയായി മാത്രം കാണുന്ന ഒരു സമൂഹത്തോടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മംഗളം ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു കേരളം ഞെട്ടുന്ന ഒരു വാർത്തയുടെ മണിക്കൂറുകളാണ്. ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ വാർത്ത തന്നെയായിരിക്കും. ആ വാർത്തയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കാണാം, കേൾക്കാം. ഞാനിപ്പം ഗോവയിലാണ്. ലക്ഷം പേർക്കല്ലേ, ഞാനെന്താണ് ഇങ്ങനെ വിചാരിച്ചു. എന്റെ പെണ്ണെന്നെ മറന്നല്ലോ, ഒന്ന് വിളിക്കുന്നില്ല, അവരൊന്ന വരുന്നില്ല, ഒന്ന് കെട്ടിപ്പിടിക്കത്തില്ല, കെട്ടിപ്പിടിച്ചിട്ടേ നെഞ്ചത്ത് കയറി കിടക്കും. ഞാൻ എന്റെ പെണ്ണെ കെട്ടിപ്പിടിച്ച് കിടന്നു, കുറച്ചു നേരം കെട്ടിപ്പിടിക്കുകയായിട്ട് കിടന്നു, നെഞ്ചിൽ തല വെച്ച് കിടന്നു. എന്നിട്ട് ഞാൻ തലയോടട്ടെ, എന്റെ പൂച്ചക്കുട്ടി, എന്റെ ചക്കര എന്താ വേണ്ടത്, എന്റെ ചക്കര ഇതൊക്കെ കട്ടിച്ചു തന്നോ, ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കടിക്കുന്നേ കിട്ടിയ എന്റെ മുന്നരി കുട്ടി പറയും. എനിക്കെന്താ വേണ്ടത്, ആ ഡ്രസ്സെല്ലാം നയിച്ചു, ആ ഡ്രസ്സൊക്കെ നയിച്ചു അയക്കടി. ഞാൻ ആ നെഞ്ചും ചന്തിയെല്ലാം കാണട്ടെ. ഇപ്പൊ നിന്റെ മുല, ഇപ്പൊ നിന്റെ ചന്തി ഡ്രസ്സൊക്കെ അയച്ചു, ചന്തിയും മതിയെല്ലാം ഒന്ന് കാണിച്ചതാ. എന്റെ പെണ്ണൊക്കെ കയറി കിടക്ക് പെണ്ണും ആ ചുണ്ടം വെച്ച് കുടിക്കുക. ഞാൻ നിന്റെ രണ്ട് ചന്തിയെ വട്ടിപ്പിടിക്കും. എല്ലാവരും നോക്കി എന്റെ മുന്നേ തേച്ച് എന്റെ മേലെ തേക്ക് വെച്ച് വരട്ടെ, അതൊക്കെ ദേഹത്തെ തേച്ച് ഇടയിൽ തേച്ച് വെള്ളം ഒഴിച്ച് കെട്ടിപ്പിടിക്കല്, മറ്റുള്ള അമർത്തി കെട്ടിപ്പിടിച്ച് പിടിക്കട്ടെ, കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ഉള്ളില് ഒരു സാധനം എടുത്തിട്ട് വെക്ക്, തലയിലേക്കായിട്ട്. ഓ അടി, ഓ ഓ ഓ ഒരു ചാൻസ് ഇല്ലത്. എന്നാ തന്നെ കടിച്ചിട്ടില്ല. എന്നിട്ട് തിന്ന് അന്നേരം പിന്നെയും തിന്ന്, അന്നേരം പിന്നെയും തിന്ന്, അന്നേരം പിന്നെയും തിന്ന് കൂടി പെണ്ണിനെ കുഞ്ഞിച്ച് നിർത്തി വരും. ഈ ചന്തി ഒന്ന് കടിക്കും. ചന്തിന്റെ ഇടയിലോട്ട് ഇങ്ങനെ ആക്കാൻ കഴിയുമോ നോക്കും. ഫുള്ളിലാക്കി തല്ലിത്തൊണ്ടും കുറിച്ചില്ലാക്കി വളർത്തി കടത്തണം. എവിടെയോട്ട് വിടർത്തിയായിട്ട് എന്നിട്ട് പിടിച്ചതിലേക്ക്, എന്നിട്ട് ചന്തി അമർത്തി ഇതിലോട്ട് കയറ്റിയാക്കി എന്നിട്ട് സ്പീഡിലടിക്കാട്ടെ, അടിച്ചടിച്ച് സൂചിപ്പിക്കുക. എന്നിട്ട് പിന്നെയും കെട്ടിപ്പിടിച്ച് കിടക്കുക. എന്നിട്ട് പിന്നെയും കുറച്ച് വേണ്ടി ചെയ്യുക, പിന്നെയും ചെയ്യുക, ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ. ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വില പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, ആ സർക്കാരിലെ ഒരു ഭരണാധികാരി, അതും ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു ഹീനമായ കൃത്യമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വീട്ടമ്മയോട്, അഭയം തേടിയെത്തിയുന്ന ഒരു വീട്ടമ്മയോട് ഇത്രയും മോശമായ ഭാഷയിൽ സംസാരിച്ചത് ഒരു പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ അവരെ ഈ ടെലിവിഷൻ ദൃശ്യത്തിന് മുന്നിൽ നിന്ന് മാറ്റേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കൂടുതൽ ദൃശ്യങ്ങൾ, ഒരുപക്ഷെ ഇത് സംബന്ധിച്ച കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ ഞങ്ങൾക്ക് കേൾപ്പിക്കേണ്ടതുണ്ട്. കൊച്ചുകുട്ടികളെ ദയവായി അതുകൊണ്ട് ഈ ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ നിന്ന് മാറ്റേണ്ടി വരും. ഒരു മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഇത് എഡിറ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് കാണിക്കേണ്ടി വന്നത്. ഞങ്ങൾക്ക് അതിൽ ഖേദമുണ്ട്. പക്ഷേ ഇത്തരക്കാരെ ദൃശ്യമാധ്യമത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു അഭയം തേടിയെത്തിയ ഒരു വീട്ടമ്മയോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ കേട്ടതാണ്, ആ ശബ്ദം കേട്ടതാണ്. ഇവിടെ നിങ്ങൾ അതിഥികളുടെ ഒരു പ്രതികരണം കണ്ടതാണ്. ധന്യ മുഖം പൊത്തിയിരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ